സംഘമുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് എട്ടി അശ്വതിക്കൊപ്പമുള്ളത് നാടോടി നൃത്തത്തിലെ ഒരു കലാകാരനാണ്. അശ്വതി, എന്താണ് ആദികേശവന് പറയാനുള്ളത്? അജിംഷാദ്, ആദികേശവ് വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ഏത് സ്കൂളിലാണ്? GVHS അമ്പലത്തറ. ഏത് ക്ലാസ്സിലാണ്? 8ാം ക്ലാസ്. മത്സര റിസൾട്ട് വന്നു? A ഗ്രേഡ്. എ ഗ്രേഡോട് കൂടി നാടോടി നൃത്തത്തിൽ വന്നിരിക്കുകയാണ് ആദികേശ്. അവന് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയ ജലദോഷമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അവൻ എന്തായാലും നമുക്ക് വേണ്ടി പെർഫോം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദികേശിൻ്റെ പെർഫോമൻസിലേക്ക്. പത്നി മാരിനി മനം നൊന്തു കരഞ്ഞിടുന്നു. കണ്ണുനീർ തുള്ളികൾ പ്രതികാര ജ്വാലയായി മലയേറി ഘോരമാം തപം തുടങ്ങി. ദിക്കുകളാറും മൃദുഭേദങ്ങളും തപം കണ്ടു ശിരസു നമിച്ചു. തപവ്രത ശുദ്ധി കണ്ട് നീലകണ്ഠൻ മേലിതൻ തൂവേർപ്പു വരദാനമായി നൽകി. ഇതാർക്കു നേരെ എറിയുന്നുവോ വസൂരി എന്ന മഹാദീനം വരും. അവർ നിന്നെ ദേവതയാക്കും. യാത്രമധ്യേ കണ്ടു കരിങ്കാളിയെ മാരിനി മനമോ ജ്വലിച്ചു നിന്നു. കാലിക്കു നേരെ വിയർപ്പെറിഞ്ഞു, മേനി നിറയെ വസൂരി പൊന്തി. ഘണ്ടാകർണനെ സൃഷ്ടിച്ചു നാഥൻ കാളിക്കു ദീനം കുറഞ്ഞിടുവാൻ. കഥ ഇതു ഏവരും കേട്ട കാര്യം, മാരിനി മറുതയായി മാറിയതങ്ങിനെ. മാരിനി അടിവാരത്തിൽ അടിയാള കൂട്ടർ വാഴും കാഞ്ഞിരക്കൊടിയൂരിൽ തെളിച്ചുവ വിയർപ്പിൻ തുള്ളികൾ അരുമയാ പിഞ്ചു പൈതങ്ങളിൽ. നീലക്കുരുക്കൾ പൊന്തിയെങ്ങും അടിയാള പെണ്ണോട് കരച്ചിലായി. പൈതങ്ങൾ വാടിത്തളർന്നു, ബോധമറ്റു ദീനരോദനങ്ങൾ. ഉരുമുത്തി മുന്നിലായി കാഞ്ഞിരത്തറയില് കുട്ടിയോളെ കിടത്തി അമ്മമാർ കരച്ചിലായി. ചേലച്ച പുലയി തലതല്ലി കരച്ചിലായി. കുഞ്ഞിനടക്കമില്ല തായേ കാത്തുകൊള്ളേണേ. ആ വിളി നിലവിളി നിലവിളിയായി ആയേ കാത്തുകൊള്ളേണേ അടിയാള ഊരിനെ. കിഴക്കുമാറി കലിതുള്ളി മലയിറങ്ങി വന്നു അത്ഭുതരൂപി ഭയങ്കിരിണി. മാരിനിയമ്മ കാഞ്ഞിരമാലയണിഞ്ഞുകൊണ്ടേ കാളിയെ മാറ്റി മറുതായി വന്നേ. അടിപൊളി, അടിപൊളി. ഒരു കയ്യടി.
കുറച്ച് എനർജി ഒന്നും പോരാ ഈ നാടോടി നൃത്തം എന്ന് പറയുന്ന ഈ കലാരൂപം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം വലിയ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതെല്ലാം അതിൻ്റെ കൃത്യമായ ടൈമിങ്ങിൽ ആ സ്റ്റെപ്പുകളൊക്കെ വരണം. എങ്ങനെയുണ്ട് പെർഫോമൻസ്? നല്ല രസമുണ്ട്. അടിപൊളിയായിരുന്നു. ഓക്കെ, എത്ര നാളെ പഠിക്കുന്നു? 7 വർഷം. ഓക്കെ ഓക്കെ, ഭയങ്കര കിതച്ചിട്ടാണ് നിൽക്കുന്നത്. 7 വർഷമായിട്ട് ഈ നൃത്തരംഗത്ത് ഉള്ള ആളാണ്. എന്തായാലും നിരവധി കലാകാരന്മാർ ഇവിടെ ഇനിയും ഇവിടെ നമ്മുടെ പവലിയനിൽ, അതായത് കേരള വിഷൻ്റെ വേദിയിലേക്ക് വരുന്നുണ്ട്. അതിനു മുൻപ് ഈ കലോത്സവ വേദിയിലെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. തീർച്ചയായും കലോത്സവ വേദികളിൽ ഇപ്പോൾ ഒപ്പന